നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2026 ആദ്യത്തെ മലയാള ചലച്ചിത്രം പെണ്ണുകേസ്. ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത് നിഖില വിമൽ, അജു വർഗീസ്, ഹക്കീം ഷാജഹാൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞില്ലേ, ജനുവരി 26-നായിരുന്നു ഈ ചിത്രം ആദ്യം റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് വിജയ് ചിത്രം ജനനായകൻ ജനുവരി 9-നുള്ള റിലീസ് മാറ്റിവെച്ചതിനെ തുടർന്നാണ് ഈ ചിത്രം ജനുവരി 10-ന് റിലീസിലേക്ക് വന്നത്. ഇപ്പോൾ ഇതാ മലയാളത്തിലെ ആദ്യത്തെ ചിത്രം എന്ന രീതിയിൽ വളരെ മികച്ച അഭിപ്രായമാണ് ഈ പെണ്ണുകേസ് എന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ വിശേഷത്തിലേക്ക്. ഫെബിൻ സിദ്ധാർത്ഥിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പെണ്ണുകേസ് എന്ന ചിത്രം ഒരു സ്ത്രീ വിരുദ്ധ ചിത്രമല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത്. വിവാദപരമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് സ്ത്രീത്വത്തെ ആകെ അധിക്ഷേപിക്കാതെ ഒരു സിനിമ എങ്ങനെ ഒരുക്കാമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് പെണ്ണുകേസ്. സിനിമയുടെ കഥാസന്ദർഭം ഇങ്ങനെയാണ്. സുഭാഷ് എന്ന വ്യക്തിയുടെ വിവാഹ ദിവസം കണ്ണൂരിലെ കല്യാണ മണ്ഡപത്തിലേക്ക് ഒരു സംഘം ആളുകൾ എത്തുന്നു. ഇങ്ങനെയാണ് സിനിമ ആരംഭിക്കുന്നത്. വധുവായ ബിന്ദു തങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചു എന്നാണ് ഈ സംഘത്തിന്റെ ആരോപണം. അങ്ങനെ പോലീസ് അന്വേഷണം നടത്തുന്നു. പോലീസ് അന്വേഷണത്തിൽ അയാളുടെ യഥാർത്ഥ പേര് ബിന്ദു എന്ന് അല്ല എന്നും മറിച്ച് രോഹിണി എന്നാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. തന്റെ രോഗിയായ അമ്മയുടെ ചികിത്സയ്ക്കായി ഡേവിഡ് എന്ന ലോക്കൽ ഡോണിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതെന്നും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് എന്നും രോഹിണി മൊഴി നൽകുന്നു. അങ്ങനെ CI മനോജും സഹപ്രവർത്തകരും രോഹിണിയെ സഹായിക്കാനും ഇതിനു പിന്നിലെ വലിയ റാക്കറ്റിനെ പുറത്തു കൊണ്ടുവരാനും തീരുമാനിക്കുന്നു. പ്രാദേശിക രാഷ്ട്രീയ നേതാവായ ജീവനും ഈ കേസിൽ ബന്ധമുണ്ടെന്ന് മനോജ് തിരിച്ചറിയുന്നു. സിനിമയുടെ കരുത്തും ബലഹീനതകളും ചെറിയ തമാശകളിലും ലളിതമായ നിമിഷങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഈ ലാളിത്യം തന്നെ ചിലപ്പോഴൊക്കെ സിനിമയ്ക്ക് വിനയായി കാണുന്നുമുണ്ട്. കഥാഗതിയിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വലിയ വഴിത്തിരിവുകളോ വൈകാരികമായ ആഴമോ സിനിമയ്ക്ക് നൽകാൻ സാധിക്കുന്നില്ല. ഡയലോഗുകൾക്ക് പ്രാധാന്യമുള്ള സിനിമയാണെങ്കിലും സംഭാഷണങ്ങൾ അത്രമേൽ രസകരമല്ല എന്നത് ഒരു പോരായ്മ തന്നെയാണ്. ക്ലൈമാക്സിലെ സസ്പെൻസ് നിലനിർത്താൻ അവിശ്വസനീയമായ വിവരണങ്ങളിലൂടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ സംവിധായകൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബുദ്ധിയുള്ള പ്രേക്ഷകർക്ക് അത് നേരത്തെ തന്നെ ഊഹിച്ചെടുത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാം. ഈ ചിത്രത്തിലെ ഹക്കീം ഷാജഹാന്റെ പോലീസ് വേഷം മികച്ചതാണെന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്ന നിഖില വിമലും നല്ല രീതിയിൽ തന്നെയാണ് പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം രമേശ് പിഷാരടിയുടേതാണ്. രോഹിണിയുടെ തട്ടിപ്പിനിരയായ വിജയകുമാർ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ രമേശ് പിഷാരടി എത്തിയിരിക്കുന്നത്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ കോമഡി കലർന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇർഷാദ് അലി, അനാർക്കലി നാസർ എന്നിവരുടെ കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് മികവുറ്റതായിരുന്നു എന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കുന്നതാണ്. എന്നാൽ പോലീസുകാരായിട്ട് അഭിനയിച്ച ചില ആളുകളും പോലീസ് സ്റ്റേഷന്റെ പരിസരമൊന്നും അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് നൽകിയില്ല എന്ന് തന്നെ പറയാം. വലിയ പ്രഡിക്ഷൻ ഒന്നുമില്ലാതെ തിയേറ്ററിൽ ചെന്ന് കാണാൻ സാധിക്കുന്ന ഒരു ബിലോ ആവറേജ് ചിത്രമാണ് പെണ്ണുകേസ്. തീർച്ചയായും നിങ്ങൾ കണ്ട് ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.